ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വീണ്ടും സംഘർഷത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ചോദ്യം വരുന്നുണ്ട്. ഷഹബാസ് ഷെരീഫിൻ്റെ പ്രകോപനകരമായ ചില പ്രസ്താവനകൾ, യുദ്ധമെങ്കിൽ യുദ്ധം, സമാധാനമെങ്കിൽ സമാധാനം എന്ന് പറഞ്ഞിട്ട് പ്രകോപിപ്പിക്കുന്ന ചില വാക്കുകളും ഈ പറയുന്ന വാചകങ്ങളും ഒക്കെ എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. നിഴൽ യുദ്ധമല്ല, പാകിസ്ഥാൻ നടത്തുന്ന ഭീകര പ്രവർത്തനമാണ്, കൃത്യമായ യുദ്ധത്തിലേക്ക് തന്നെയാണ് ഇത് പോകുന്നതെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ 4 സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു, അതിർത്തി പങ്കിടുന്ന മേഖലകളിലെല്ലാം തന്നെ. അപ്പോൾ മുമ്പൊരു മോക്ക് ഡ്രിൽ നടന്നതിൻ്റെ പ്രതിഫലനമായിരുന്നു പാകിസ്ഥാൻ പടപടയെന്ന് പൊട്ടിയത്. അപ്പോൾ അത് തന്നെയാണോ ഇനിയും നടക്കാൻ പോകുന്നത്? ഏതാണ്ട് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആയിക്കോട്ടെ, മറ്റ് പട്ടാള മേധാവികളായിക്കോട്ടെ, ഏതാണ്ട് ഒരു സംയമനം പാലിക്കുന്ന രീതിയിലാണ്, പ്രകോപനമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് പറയുകയാണ്, ഇന്ത്യയുമായിട്ടൊരു സമാധാന ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. സമാധാനമെങ്കിൽ സമാധാനം, അതല്ല യുദ്ധമാണെങ്കിൽ യുദ്ധം, എന്തിനേയും ഞങ്ങൾ നേരിടാം. അപ്പോൾ സ്വരത്തിലൊരു വ്യതിയാനമുണ്ടായി. ഈ വ്യതിയാനം എന്ന് പറയുന്നത് നമ്മളെ പ്രകോപിപ്പിക്കുന്നതിന് തുല്യമാണ്. ഇന്ത്യയും പാകിസ്ഥാനും അയൽ രാജ്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും 2 രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകും. അത് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ച് പരിഹരിക്കാം. പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കുന്നതാണ് എപ്പോഴും അനുകൂലം, അനുയോജ്യം. അങ്ങനെയാണെങ്കിൽ ഇരു രാജ്യങ്ങളുടെയും വികസനത്തിന് അത് ഉപകാരപ്പെടും, പ്രാദേശികമായ അഭിവൃദ്ധിക്ക് അത് കാരണമാകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഇന്ത്യയുമായിട്ടൊരു സമാധാനത്തിൽ വരാം. അത് കാശ്മീർ പ്രശ്നത്തിലായിക്കോട്ടെ, സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, വ്യാപാരവുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, എന്തിനും ഞങ്ങൾ തയ്യാറാണ്. ഇനി ഇന്ത്യയുടെ നിലപാട് ആക്രമണോത്സുകമായ ഒരു നിലപാട്, അല്ലെങ്കിൽ ആക്രമണത്തിലേക്ക് തിരിയുന്നതാണെങ്കിൽ ഞങ്ങൾ മുമ്പ് ചെയ്ത പ്രവൃത്തി ആവർത്തിക്കും എന്ന് പറഞ്ഞാൽ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിൽ പഹൽഗാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയല്ലോ, അതിനുശേഷം അവർ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വലിയ ആക്രമണമൊക്കെ നടത്തി, നമ്മൾ അതിനെല്ലാം പ്രതിരോധിച്ചു. അത്തരത്തിലുള്ള ആക്രമണം വിജയകരമാണെന്നും അതിൽ അവർ വിജയിച്ചുവെന്നുമാണ് പാകിസ്ഥാൻ്റെ ഒരു നാരേറ്റീവ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നു, ഞങ്ങൾ അത്തരത്തിൽ ഞങ്ങളുടെ സംസ്ഥാനത്തെ, രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശക്തമായ നിലപാടെടുക്കും, ഇന്ത്യക്ക് തിരിച്ചടി നൽകും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ പ്രകോപനം കാണിച്ചാൽ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത് ഇന്ത്യയെ നന്നായി പ്രകോപിപ്പിച്ചതാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, നമ്മളുടെ അടുത്ത് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത് നിഴൽ യുദ്ധമല്ല, തീവ്രവാദികളെ വെച്ചുള്ള പോരാട്ടമാണ്. അതാണ് അവരുടെ യുദ്ധതന്ത്രം. ഇനി നമ്മൾ ഇതിനെ അനുവദിക്കാൻ പറ്റില്ല, നമ്മൾ തിരിച്ചടി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. ഇതിനിടയ്ക്ക് ഓപ്പറേഷൻ ഷീൽഡ് എന്ന പേരിൽ നമ്മൾ ഒരു മോക്ക് ഡ്രിൽ നടത്താനായിട്ട് തീരുമാനിക്കുന്നു. ഈ മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനുമായിട്ട് നമ്മൾ അതിർത്തി പങ്കിടുന്ന ഗുജറാത്ത്, പഞ്ചാബ്, ജമ്മു കാശ്മീർ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ്. ഏതാണ്ട് മെയ് 7-ാം തീയതി ഇതിന് സമാനമായൊരു മോക്ക് ഡ്രിൽ നമ്മൾ നടത്തി. 244 ജില്ലകളിലും ആസ്ഥാനങ്ങളിലുമായിട്ടാണ് നടത്തിയത്. അന്ന് പറഞ്ഞത്, പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് സഡനായിട്ടുള്ള അറ്റാക്ക് ഉണ്ടാകുകയാണെങ്കിൽ, ഏതെങ്കിലും ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ അതിജീവിക്കും, സിവിൽ ഡിഫൻസ് എങ്ങനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, ഇതിനുള്ള പരിശീലനം എന്നാണ് പറഞ്ഞത്. അതിലേക്ക് പാകിസ്ഥാൻ ഉൾപ്പെടെ ലോകരാജ്യങ്ങളെല്ലാം ശ്രദ്ധ ഊന്നിയപ്പോൾ അന്ന് രാത്രിയിൽ നമ്മൾ പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തി. അതാണ് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ മോക്ക് ഡ്രില്ലിലേക്ക് ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ലക്ഷ്യം തികച്ചും വ്യത്യസ്തമാണ്. ഇതിന് സമാനമായ ഒരു സാഹചര്യമാണോ ഇപ്പോൾ ഉരുത്തിരിയുന്നത് ഒരു സംശയം. കാരണം രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട 4 ജില്ലകളുണ്ട്: ജയ്സാൽമീർ, ബങ്കർമാർ, ശ്രീഗംഗാനഗർ, ബിക്കാനീർ. ഈ 4 ജില്ലകളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സുരക്ഷ ഒരുക്കിയത്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും അധികം ആക്രമണ ശ്രമം ഉണ്ടായത് ഈ ജില്ലകൾക്ക് നേരെയാണ്. അതുകൊണ്ട് നമ്മുടെ കര, വ്യോമ, നാവിക സേനകൾ സുസജ്ജമായി അതിർത്തിയിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാന് കിട്ടുന്ന അടി എന്ന് പറയുന്നത് അവർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് നീങ്ങണം. അതിർത്തി മേഖലയിൽ നമ്മൾ ഇങ്ങനെ ഈ സജ്ജീകരണമൊക്കെ ഒരുക്കിയതിന് കഴിഞ്ഞ തവണ നമ്മൾ ഓപ്പറേഷൻ അഭ്യാസ് എന്നാണ് പേരിട്ടത്, ഇപ്പോൾ ഓപ്പറേഷൻ ഷീൽഡ് എന്ന് പേരിട്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ നാവികസേനയുടെ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത്തവണ INS വിക്രാന്ത് ഏതാണ്ട് സുസജ്ജമായി നിൽക്കുന്നു, മറ്റ് യുദ്ധക്കപ്പലുകളും തയ്യാറാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് INS വിക്രാന്തിൽ നേരിട്ടെത്തി അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. മറ്റൊരു കാര്യം, റഷ്യയിലേക്ക് പോകാനിരുന്ന നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുണ്ട്, അദ്ദേഹം ആ യാത്ര ക്യാൻസൽ ചെയ്തു. അദ്ദേഹം പറയുന്നത് അവിടെ ഫ്ലൂ ആണ്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നു. ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പെട്ടെന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് എത്തി രാഷ്ട്രപതിയുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തുന്നു. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കിയാൽ എന്തൊക്കെയോ ഉള്ളിൽ പ്ലാൻ ചെയ്യുന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. ഒരിക്കലും കഴിയില്ല. കാരണം ഇതുപോലൊരു മോക്ക് ഡ്രില്ലിന് ശേഷമാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നത്. കൃത്യമായ മറുപടി കൃത്യമായ സമയത്ത് പാകിസ്ഥാന് കൊടുത്തില്ലെങ്കിൽ ഈ പാകിസ്ഥാൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പ്രവർത്തനങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.
ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു നീക്കത്തിന് മറ്റൊരു ഫലം എന്താണെന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ ചില നീക്കങ്ങൾ നടത്തുന്നു അമേരിക്കൻ ഇൻ്റലിജൻസ് ഒരു വാർത്ത, ഒരു വിവരം പുറത്തേക്ക് വിടുന്നു. അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഇനിയൊരു പ്രകോപനമുണ്ടായാൽ, സംഘർഷമുണ്ടായാൽ അതിനെ അതിജീവിക്കാനുള്ള സാമ്പത്തിക ശേഷിയോ സൈനിക ശേഷിയോ ഒന്നും പാകിസ്ഥാനില്ല. പകരം പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവ പോർമുനകളുണ്ട്. ഏതാണ്ട് 170ഓളം ആണവായുധങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായ കണക്ക് ഒരു രാജ്യവും പുറത്തുവിടില്ല. അങ്ങനെയാണെങ്കിൽ അവർ അവരുടെ ആയുധശേഷി, അണുവായുധ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നു ചൈനയുമായി ചേർന്ന്. ബീജിങ്ങിൽ നിലവിൽ ചൈന ഇത്തരം ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ അണുവായുധ സംഭരണം എന്ന് പറയുന്നത് 600ഓളം ആയുധങ്ങളുണ്ടെന്നാണ് പറയുന്നത്. 2030 ആകുമ്പോൾ അത് 1000ആയിട്ട് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതിനിടയിലേക്കാണ് പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാകുന്നത്. ഇതാണ് അമേരിക്ക നമുക്ക് മുൻകൈ ഒരു വാണിംഗ് തരുന്നത്. അതായത് പാകിസ്ഥാൻ നിങ്ങളുമായിട്ട് ഇനി ഒരു സംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ അവർ ആണവായുധം എടുത്ത് ഉപയോഗിക്കാം. കംപ്ലീറ്റായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു രാജ്യത്തിന് അതിജീവിക്കാൻ ഒന്നുമില്ല. അവരുടെ ലക്ഷ്യം ഇന്ത്യയെ തകർക്കുകയാണ്. അതുകൊണ്ട് ആണവായുധം പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കുന്നു പോലും അവർ ചിന്തിക്കുന്നില്ല. ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം, അല്ലെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ 2.5 ലക്ഷം കോടി രൂപ ഈ പ്രതിരോധ ബജറ്റിനായിട്ട് വകയിരുത്തിയിട്ടുണ്ട്. ഇത്രയും വലിയ തുക അനുവദിക്കുമ്പോൾ ഇതിൽ വലിയൊരു പങ്കും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ കട്ടുമുടിക്കും, ഒപ്പം സൈനിക മേധാവികൾ കട്ടുമുടിക്കും. ഈ പണവുമായിട്ട് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. കാരണം ഈ പണം അവർക്ക് വിദേശ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ. എന്നിട്ട് അവർ സുഖമായിട്ട് അവിടെ പോയി നിൽക്കുകയും ഇവിടെ 2ാം നിര സൈനിക നേതാക്കളെ, 3ാം നിര രാഷ്ട്രീയക്കാരെയൊക്കെ വെച്ചിട്ട് പറയും, നിങ്ങൾ ഇന്ത്യയെ പോയി ആക്രമിച്ചോ, അണുവായുധം ഉപയോഗിച്ചോ. അത്തരത്തിലൊരു ആക്രമണം നടത്തിയാൽ അവരുടെ രാജ്യം പൂർണ്ണമായും നശിച്ചേക്കാം. പക്ഷേ അവർക്കത് പ്രശ്നമല്ല. കാരണം പാകിസ്ഥാൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച സമ്പദ് സമൃദ്ധി ഉണ്ടാക്കണമെന്നല്ല, ലോകത്തെ ഏറ്റവും വലിയ ആയുധശക്തിയുള്ള രാജ്യമാകണമെന്നല്ല, ഈ ഗൾഫ് രാജ്യങ്ങളെപ്പോലെ വികസിക്കണമെന്നല്ല. അവരുടെ ലക്ഷ്യം ഇന്ത്യ തകരണം, ഇന്ത്യയെ ഇല്ലാതാക്കണം. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, തീവ്രവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു രാജ്യത്തിന് അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ഏത് തരത്തിലുള്ള ആണവായുധങ്ങളും ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാം. അമേരിക്ക പറയുകയാണ്, വേണമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയും അമേരിക്കയും ഒക്കെ സമ്മർദ്ദം ചെലുത്തി പാകിസ്ഥാനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ആണവായുധങ്ങൾ നിരായുധീകരിക്കണം. എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ. മുമ്പ് ഉക്രൈനും സൗത്ത് ആഫ്രിക്കയും ഇതിന് വിധേയമായിട്ടുണ്ട്. അന്ന് ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ പാകിസ്ഥാനിൽ ഒരു സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കണം. അല്ലെങ്കിൽ ജിഹാദിൽ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അതുപോലെ തന്നെ ആർമിയിലും അതുപോലെ ആൾക്കാരുണ്ട്. അവർക്ക് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ യാതൊരു മടിയുമില്ല. അമേരിക്ക നമുക്ക് കൃത്യമായ മുന്നറിയിപ്പ് കാണുന്നു. അതിനെ ഒട്ടും ലഘുവായി നമുക്ക് കാണാൻ പറ്റില്ല. അതെ, തീർച്ചയായിട്ടും. ഈ പറയുന്ന പാകിസ്ഥാൻ്റെ നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവർ നിൽക്കുമ്പോഴും പാകിസ്ഥാൻ്റെ പഴയൊരു പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പുല്ല് തിന്നിട്ടായാലും ആണവായുധം ഉണ്ടാക്കുമെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഗ്രാസ് ഈറ്റേഴ്സാണ് ഇവരെല്ലാം തന്നെ. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 5ാം തലമുറ വിമാനം ചൈനയിൽ നിന്ന് വാങ്ങിക്കാൻ പോവുകയാണ്. ഏത് തരത്തിലും ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് പാകിസ്ഥാനുള്ളത്, സ്വയം നശിച്ചും മറ്റുള്ളവരെ നശിപ്പിക്കുക. കാരണം ആ രാജ്യം രൂപം കൊണ്ടത് അങ്ങനെയാണ്, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അത് ഇന്ത്യൻ സംസ്കാരവുമായി യോജിക്കാൻ പറ്റില്ല, ഇന്ത്യയിലെ മതങ്ങളുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം രൂപം കൊണ്ടത്. ഇപ്പോഴും അവരുടെ പ്രശ്നം തീരുന്നില്ല. ഇപ്പോൾ കാശ്മീരിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ടാണല്ലോ യുദ്ധം. കാശ്മീർ ഇപ്പോൾ അവർക്ക് വിട്ടുകൊടുത്തു, ബാക്കി എല്ലാ പ്രശ്നം തീർത്താലും അവർ യുദ്ധം അവസാനിപ്പിക്കില്ല. അപ്പോഴും അവരുടെ ലക്ഷ്യം ഇന്ത്യ നശിക്കണം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തു നിന്ന് ഇല്ലാതാകണം. അപ്പം ഏതെങ്കിലും തരത്തിൽ ആണവായുധങ്ങൾ ഉപയോഗിച്ചാൽ നമ്മൾ ശക്തമായ തിരിച്ചടി അതേ നാണയത്തിൽ കൊടുക്കും. അങ്ങനെ സംഭവിച്ചാൽ ഈ ആണവായുധം ഉപയോഗിക്കുന്നത് മൂലം എന്ത് സംഭവിക്കുമെന്ന് ലോകത്തിന് ഇപ്പോഴും അറിയില്ല. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവായുധം ഉപയോഗിച്ചതിന് ശേഷം ഇന്ന് വരെ അതിൻ്റെ പ്രഹരശേഷി ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും അത്തരമൊരു യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അതിൻ്റെ അനന്തരഫലം ചൈനയും ശ്രീലങ്കയും നേപ്പാളും മ്യാൻമറും അടക്കമുള്ള സൗത്ത് ഏഷ്യയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യം ഉണ്ടാകരുത്. മാത്രമല്ല, നമ്മൾ പാകിസ്ഥാൻ ഒരു തിരിച്ചടി കൊടുത്താൽ പിന്നെ ഒരു 1000 വർഷത്തേക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ലോക ഭൂപടത്തിൽ ഉണ്ടാകില്ല. എന്തായാലും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് യുദ്ധമെങ്കിൽ യുദ്ധം, സമാധാനമെങ്കിൽ സമാധാനം എന്നുള്ള പ്രകോപനപരമായ ഒരു നിലപാടിന് കൃത്യമായ മറുപടി നമ്മൾ നൽകുന്നു. നമ്മൾ ഈ മോക്ക് ഡ്രിൽ അവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കുള്ള കൃത്യമായ വാണിംഗ് ആണ്. ഞങ്ങളുടെ കരസേന സുസജ്ജമാണ്, വ്യോമ നാവിക സേനകൾ എന്തിനും തയ്യാറായി നിൽക്കുന്നു. നിങ്ങൾ നോക്കിക്കോളൂ, അതിർത്തിയിലെല്ലാം ഇവർ നിരന്നു നിൽക്കുന്നു. കൃത്യമായ ഒരു വാണിംഗ്, മുന്നറിയിപ്പ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.